guys, welcome to our channel or welcome back to our channel. I hope you guys are doing well and staying safe. അപ്പോൾ ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് മിക്ക സ്കൂളിലും ഓണം സെലിബ്രേഷനും പിന്നെ കോളേജിലൊക്കെ ഓണം സെലിബ്രേഷൻ ആയിരിക്കുമല്ലേ. അപ്പോൾ എൻ്റെ സ്കൂൾ ലൈഫിലെ ലാസ്റ്റ് ഓണം സെലിബ്രേഷനാണ് ഗേൾസ്. പിന്നെ എന്നും 6:30 എണ്ണീറ്റ് 7:30 പോകുന്ന ഞാൻ ഇന്ന് 9:30 ആകുമ്പോൾ ചെന്നാൽ മതിയെങ്കിൽ പോലും 6 മണിക്ക് എണ്ണീറ്റ് ഒരുങ്ങുന്നു. സ്വാഭാവികം. പിന്നുള്ളൊരാകെ സമാധാനം എക്സാമൊക്കെ കഴിഞ്ഞു, ഇനി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു എന്നിട്ടുള്ള എക്സാമോ എൻ്റെ പൊന്നോ ഭയങ്കര ടെൻഷനില്ല. ഇതാകുമ്പോൾ 10 ദിവസം ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല, ബുക്ക് പോലും തുറക്കാണ്ടിരുന്നു നമുക്ക് എൻജോയ് ചെയ്യാമല്ലോ. അതിൻ്റെ കൂടെ നമ്മുടെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കും. പിന്നെ നിങ്ങളുടെ സ്കൂളിലെ ഓണ പ്രോഗ്രാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. പിന്നെ എൻ്റെ സ്കൂളിലെ ഓണ പ്രോഗ്രാമിൻ്റെ കുറച്ച് ക്ലിപ്സ് കൂടി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനാണ് ഇപ്പോഴത്തേക്കുന്ന ഡ്രസ്സല്ലായിരുന്നു ഓൾറെഡി ഇടാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു ഫ്രോക്ക് മോഡൽ വരുന്ന ഒരു ഓണത്തിനൊക്കെ ഒരു വൈബൊക്കെ ഉള്ളൊരു ടോപ്പായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കറക്റ്റ് സമയത്ത് വന്നതും ഇല്ല. അതും പോരായിട്ട് ഞാൻ ഇവിടെ ആയിരുന്നു പോലും ആ ഓർഡർ നോക്കാണ്ട് ഞാൻ പോയിട്ട് കമ്മലും മാല അങ്ങനെയുള്ള പല പല സാധനങ്ങളാണ് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിളാണെന്ന് എല്ലാം മേടിച്ച്. എന്നിട്ട് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്നത് എവിടായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇന്നൊന്നും വരത്തില്ലെന്ന് മനസ്സിലായി. എന്നിട്ട് ഞാൻ കടയിൽ പോയി വേറെ എടുത്തു. പിന്നെ എല്ലാവരും കളിയാക്കിയത് ഓണത്തിന് ചേർത്തില്ല, ഞാൻ ഇത് ഡാൻസിന് പോകണമെന്നൊക്കെ. ഞാൻ ഈ ലെഹങ്കയുടെ ഹാഫ് സാരി ധാവണി ഇടാന്ന് വെച്ചു. പിന്നെന്താ, ഞാൻ വലുതായിട്ടൊന്നും ഒരുങ്ങുന്നില്ല, ജസ്റ്റ് സാധാ പോലെ ഇത്രയേ ഉള്ളൂ. നോർമൽ രീതിയിൽ രാവിലെ കുളിച്ചിട്ട് ഹെയറൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എല്ലാം നനഞ്ഞിടുന്ന പിന്നെ ഒരു ഹെയർ സ്റ്റൈൽ നമുക്ക് കെട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ കണ്ണെഴുതി കൊടുത്തു. കണ്ണെഴുതി കൊടുക്കുന്ന വീഡിയോ കാണിക്കാത്തത്, കണ്ണെഴുതുന്ന സമയത്ത് മേളത്ത് എഴുതുമ്പോൾ എനിക്ക് സാധാ കണ്ണാടി നോക്കി എഴുതിയില്ലെങ്കിൽ മൊത്തം കുളമായിപ്പോവും എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് കമ്മലിട്ട് കൊടുത്തു, അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ചീപ്പിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെ കെട്ടുന്നതെന്ന്. ജസ്റ്റ് നമ്മൾ ഒരു ബണ്ണ് എടുക്കുക. ബണ്ണെടുത്തിട്ട് സാധാ പോണിറ്റെയിൽ കെട്ടുന്നതിൻ്റെ കൂട്ട് താഴത്ത് വെച്ചിട്ട് കെട്ടുക. ഫ്രണ്ടിൽ നിങ്ങൾക്ക് വേറെ ഹെയർ സ്റ്റൈലും നോക്കാം. പിരിച്ച് കെട്ടാം, അല്ലെങ്കിൽ സാധാ സിമ്പിൾ പോലെ കെട്ടാം, അല്ല ബാക്കിലോട്ട് മുടിയെടുത്തിട്ട് അങ്ങനെ വേണേൽ കെട്ടാം. ഇഷ്ടമുള്ള രീതിയിൽ കെട്ടാം, അത് നിങ്ങളുടെ ചോയ്സ്. നിങ്ങളുടെ ഫേസിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ കെട്ടാം. നടുക്കൂടെ വകുപ്പെടുത്തിട്ട് സ്യൂട്ടബിൾ ആവുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും ഈ ഹെയർ സ്റ്റൈലിന്. എന്നിട്ട് ആ പോണിറ്റെയിൽ പോലെ താത്ത് കെട്ടിയത് 2 സൈഡായിട്ട് എടുത്ത് പിന്നുക. ബണ്ണൊന്നും ഇടേണ്ട ആവശ്യമില്ല, 2 സൈഡായിട്ട് എടുത്ത് പിന്നിട്ട് ജസ്റ്റ് ഫസ്റ്റ് ഒരെണ്ണം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് സ്ലൈഡ് കുത്തുക. അത് കഴിഞ്ഞിട്ട് മറ്റേതും അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ മടക്കി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. ഇത് അടിപൊളിയാണ്. പിന്നെ സ്ലൈഡ് അത്യാവശ്യം നന്നായിട്ട് കുത്തുക, അല്ലെങ്കിൽ ഇളകി വരും, മുടി ഇളകി വരും. പിന്നെ ഞാൻ പൂവാണെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചില്ല, ജസ്റ്റ് അല്ലാത്ത പൂ മേടിച്ച്. ഇത് മറ്റൊരു ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ നമ്മൾ വെച്ചല്ലേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അമ്മയും കൂടെ മാല ഇടുന്നതിനുള്ള യുദ്ധമായിരുന്നു. എനിക്കാണ് ഇങ്ങനത്തെ മാല ഇടുന്നതിന് താല്പര്യമില്ല. അമ്മയാണെങ്കിൽ എന്നെ കൊണ്ട് ഇത് ഇടിപ്പിച്ചേ നടക്കൂ, ഇടിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇടിപ്പിക്കുവാണ്. ആദ്യം വേറൊരു മാല എടുത്തുകൊണ്ട് വന്നായിരുന്നു, അതൊക്കെ എവിടെ നിന്ന് കൊണ്ടുവരുന്നു ആവോ, എടുത്തുകൊണ്ട് വന്നായിരുന്നു. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ കൂടെ ഒട്ടും മാച്ചിങ് അല്ലായിരുന്നു. പിന്നെ ഇത് പിന്നെ കുറച്ചുകൂടെ അടിപൊളിയാണ്, എൻ്റെ കൂടെ അത്യാവശ്യം നന്നായിട്ട് എറിച്ച് നിൽക്കുന്നതാണെന്ന് തോന്നിയിട്ട് ഞാൻ ഇട്ടു. പിന്നെ മുടി ഇങ്ങനെ കെട്ടുമ്പോൾ പൂ വെക്കാൻ ശ്രദ്ധിക്കുക. പൂ വെച്ചില്ല കുറച്ച് ബോറായിരിക്കും. ചുറ്റിനിങ്ങനെ വെക്കുക, അല്ലാണ്ട് താഴെ മാത്രമായിട്ട് അങ്ങനെ വെക്കാണ്ട് ചുറ്റിനും അല്ലെങ്കിൽ മുല്ലപ്പൂ വെക്കുക, അങ്ങനെ വെച്ചിട്ട് നോക്കുക. ഓക്കെ ഗേസ്, ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെന്ന് പറയുക. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരുങ്ങിയേ ഉള്ളൂ. പിന്നെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും കെട്ടി നോക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതാണ്. പ്രത്യേകിച്ച് പാടൊന്നുമില്ല, ഒരു 2-3 മിനിറ്റിനുള്ളിൽ കെട്ടാം. കാണാൻ കുറച്ച് ടെററാണേലും എൻ്റെ ശിവനി അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കെട്ടിയിട്ടൊന്ന് പെർഫെക്റ്റ് ആവുന്നത്. ഞാൻ അങ്ങനെ കെട്ടാറില്ല. പിന്നെ സ്കൂളിൽ വന്നു, സ്കൂളിൽ അത്തപ്പൂക്കെ ഇടുമായിരുന്നു പിള്ളേർ. ഞാൻ ചെറുതായിട്ട് ഒഴിപ്പിച്ചൊക്കെ കൊടുത്തു, അത്രയേ ഉള്ളൂ. നാടൻ കന്നി പെണ്ണേ നാണിക്കാതെ പൊന്നേ
കളി ചൊല്ലാതെ ചിരിപ്പൊലിയാൻ ചിച്ചിരമാണ്. അപ്പം ഇന്നത്തെ സെലിബ്രേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ. അപ്പം ഇത്രയേ ഉള്ളൂ.